യൂട്യൂബ് ചാനൽ ആൻഡ് എല്ലാവർക്കും എ ഹാപ്പി ക്രിസ്മസ്. ഞാൻ ഇങ്ങനെ ഒരു ക്രിസ്മസ് കോസ്റ്റ്യൂമിൽ ഇരിക്കുന്നത് കൊണ്ട് ഇതൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡൊന്നുമല്ല, ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ഒന്നുമല്ല. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ക്രിസ്മസ് ഡേയിലാണ്, അതുപോലെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ക്രിസ്മസ് ഡേയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു കോസ്റ്റ്യൂമിൽ ഇരുന്നേ ഉള്ളൂ, ഒരു ക്രിസ്മസ് വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞതുപോലെ യെസ്, ദിസ് ഇസ് മൈ ന്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇതിനു മുമ്പ് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, എനിക്ക് മുമ്പ് വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ചാനൽ എൻ്റെ കയ്യിലില്ല, അത് ഡിലീറ്റ് ആയിപ്പോയി. ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകാൻ മാത്രമല്ല, ഞാനത് അറിയാൻ കുറച്ച് ഡിലേ ആവുകയും ചെയ്തു. അതിനിപ്പം നേരത്തെ അറിഞ്ഞത് കൊണ്ടും എനിക്കത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഓപ്ഷൻ ഇല്ല. കാരണം എനിക്ക് ആ ഒരു ചാനലിൽ, ആ ഒരു അക്കൗണ്ടിൽ മാനേജറിയൽ ആക്സസ് ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആക്സസ് വെച്ചിട്ട് എനിക്കത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ, അല്ലെങ്കിൽ ആ ചാനൽ പോകാനുള്ള റീസൺ എന്നുള്ളത് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എന്നാലും ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താണ് ആ ചാനലിന് പറ്റിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നവ്യ. അപ്പോൾ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ചാനലിൽ ഓൾമോസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നത് 1500 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അത്ര ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചാനലൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ബിഗിനറാണ്. അപ്പം അതിൽ ഇനിയിപ്പം 1500 ആണെങ്കിലും 1000 ആണെങ്കിലും 500 ആണെങ്കിലും ഇവൺ ഇനി 2 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും അത് ഇസ് വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും. ഈ ഒരു യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ ചെയ്യുന്ന, വീഡിയോസ് ചെയ്യുന്ന ആർക്കാണെങ്കിലും നമുക്ക് ഒരു സബ്സ്ക്രൈബർ നമുക്ക് കൂടുകയാണെങ്കിൽ കൂടി നമുക്കത് വലിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പിച്ച വെച്ച് തുടങ്ങുകയാണ് ഈ ഒരു ചാനലിൽ. അപ്പോൾ ആ ഒരു ചാനൽ കാണാറുണ്ടായിരുന്ന ആൾക്കാർ, എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ആ ഒരു ചാനലിൽ, അവർ ഈ ഒരു ചാനലും എന്നെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് അത് സെർച്ച് ചെയ്താൽ പോലും കാണാൻ പറ്റില്ല ആ ഒരു ചാനൽ. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് എൻ്റെ ഡാൻസ് വീഡിയോസ് കാണാൻ പറ്റും, ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കാണാൻ പറ്റും, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള, എനിക്ക് ആർട്സും ക്രാഫ്റ്റ്സും ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതുപോലത്തുള്ള വീഡിയോസ് കാണാൻ പറ്റും. ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ഒരു മിക്സ്ചറായിട്ടുള്ളൊരു ചാനലായിരിക്കും ഇത്. സോ ചാനലിൻ്റെ പേര് അതേ ഒരു മീനിങ് വരുന്ന ഒരു പേര് തന്നെയാണ്, മെറാക്കി ബൈ നവ്യ. മെറാക്കിയുടെ മീനിങ് വരുന്നത് ലവ്, ക്രിയേറ്റിവിറ്റി, സെൽഫ് ഗ്രോത്ത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഒരു മീനിങ് വരുന്ന ഒരു പേരാണ് മെറാക്കി എന്നുള്ളത്. സോ അതാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഇനി പതിയെ ഈ ചാനലിൽ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും, എൻ്റെ പഴയ ചാനലിൽ സപ്പോർട്ട് ചെയ്തവരും ഈ ഒരു ചാനലിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.